ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മോൾക്കൊരു ആഗ്രഹം, ഒരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യണം, പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരു ബേക്കറിയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഒത്തിരി ബേക്കറിയിലൊക്കെ ഇന്നൊക്കെ പോയി കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബേക്കറിയാണ്. ഈ ബേക്കറി നമ്മുടെ ചെങ്ങന്നൂരുള്ള ജസ്റ്റ് ബേക്കാണ്. നല്ലൊരു ബേക്കറിയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള നല്ല ഫ്ലേവേഴ്സ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കുണ്ട്. മാത്രമല്ല അവിടെ 2 സ്റ്റാഫ്സ് ഉണ്ട്. നല്ല ബിഹേവിയറാണ് അവരുടെ. നമുക്ക് വീണ്ടും ഇങ്ങനെ അവൾ കേക്കൊക്കെ വാങ്ങിച്ച് വരുവാണ്. അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങിച്ചു. ഇനിയും ഒരു ഫുഡ് കഴിക്കണം, ലഞ്ച് കഴിക്കണം. അതിന് കുട്ടനാട്ടിലോട്ട് പോവുക. നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോവാണ്. റെസ്റ്റോറൻറ്റ് എത്തിയാൽ കാണിക്കാം. അങ്ങനെ കുട്ടനാട്ടിലെ മനോഹരമായ സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇവരൊക്കെ എങ്ങനെ ഇവിടെ ജീവിക്കുന്നോ അറിയില്ല. വെള്ളം പകുതി വഴിയോളം കയറി കിടക്കുകയാണ്. വീടുകളുടെ അടുത്താണ് വെള്ളം നിൽക്കുന്നത്. എന്തായാലും മനോഹരം, കാണാൻ മനോഹരമുണ്ട്. പക്ഷെ വെള്ളം നിറയുന്ന സമയത്ത് കഷ്ടമാണ് അവരുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തും പലരോട് ചോദിച്ചുമൊക്കെ നല്ലൊരു റെസ്റ്റോറൻറ്റിലെത്തി. പക്ഷേ ഞങ്ങൾക്കൊരു ഡൗട്ട് വന്നു. ഞങ്ങൾ മുമ്പിൽ നോക്കിയപ്പം ടൂഡി ഷോപ്പൊന്നും ഇവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഓർത്തു തിരിഞ്ഞു പോകാമെന്നോർത്ത് അങ്ങനെ നിന്നപ്പോൾ ഇഷ്ടം പോലെ ഫാമിലീസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും വീണ്ടും അവിടെ തന്നെ കയറി. ഏതായാലും നല്ലത് തന്നെയായി. അവിടെ ഇഷ്ടം പോലെ ഫുഡ്, നമുക്കിഷ്ടമുള്ള ഫുഡുകളുണ്ട്. മാത്രമല്ല നമുക്ക് കണ്ട് സെലക്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് കണ്ടിട്ട് സെലക്ട് ചെയ്താൽ അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ദൈവമേ, കേരളത്തിൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. മീൻ തന്നെ പല വെറൈറ്റീസാണ്. പല വെറൈറ്റീസിലുള്ള മീൻ, പല രീതിയിൽ കറി വെച്ചത്, വറുത്തത്, അങ്ങനെ പല പല ഐറ്റംസാണുള്ളത്. കണ്ടാൽ കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിലുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇത് കപ്പ വേവിച്ചതൊക്കെയാണ്. കപ്പ എല്ലാം കൂടിയിട്ട് വേവിച്ച കപ്പ, തലക്കറി, പിന്നെ തലക്കറികളാണ്. ഇവിടെ ഒന്ന് കഴിക്കാമെങ്കിൽ നല്ലതാണ്. നമുക്ക് എന്തോ ഇഷ്ടമുള്ളത് കഴിക്കാം. ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും. ആ ഫ്രൈ ഐറ്റത്തിൻ്റെ മീൻകറി, പല ടൈപ്പുള്ള മീൻകറിയുണ്ട്. ഡക്ക് കറിയാണ്, ഡക്ക് കറി. ഇനി അങ്ങോട്ടൊന്ന് ഫ്രൈ ഐറ്റംസാണ്. മോനെ ഇച്ചിരി ഒന്ന് പറയാം. എനിക്ക് എല്ലാം ഫ്രൈ ഐറ്റംസാണ്. ഫ്രഷായിട്ട് അപ്പോഴപ്പം കൊണ്ടുവന്ന് നല്ല ചൂടോടാണ് നമുക്ക് ഇവർ തരുന്നത്. ഇങ്ങനെ നമ്മുടെ ഓർഡറൊക്കെ എടുത്തു. ഇനിയിപ്പം ഇവിടുന്ന് അവർ നമുക്ക് ഒരു സ്പോട്ട് തരും ഇരിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇനി അവിടെ പോയി ഇരിക്കണേ. ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടി എല്ലാം ഒത്തിരി നല്ല അറേഞ്ച്മെൻറ്റ്സാണ് ശരിക്കും. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇവിടാണ് ഇരിക്കാൻ. അതുകൊണ്ട് ഇവിടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റൂം. ഇതാണ് നമ്മുടെ റൂം. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരു കുട്ടനാട്
ഏരിയ ആണ്. ഇതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ പിന്നെ കൊടുക്കാം. അപ്പം മോളൊരു കേക്ക് വാങ്ങിച്ചു. ആ കേക്ക് അവൾ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം മോളുടെ ആഗ്രഹപ്രകാരം ഒരു കേക്ക് വാങ്ങിച്ചു. എനിക്കിതിനൊന്നും താല്പര്യമുള്ള കൂട്ടത്തിലല്ല, എന്നാലും മോളുടെ ആഗ്രഹം. എൻ്റെ ഒരു പയ്യ നമുക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവരാനായിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു. അപ്പം നമ്മൾ ആദ്യം കേക്ക് കട്ട് ചെയ്യും. പിന്നെ birthday to you, happy birthday to you, happy birthday to dear mommy, happy birthday to you. അപ്പം നമ്മൾ വാങ്ങിച്ചത് വെള്ളയപ്പം, പിന്നെ ക്രാബ് കറി, ഇത് ഡക്ക് കറി, കാരി ഫ്രൈ, ഇത് ടൈഗർ പ്രോൺസ്, പിന്നെ കപ്പ വേവിച്ചത്, ഒരു തലക്കറി, പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പം ഇനി ഞങ്ങൾ കഴിച്ചു തുടങ്ങട്ടെ. അടിപൊളി ടേസ്റ്റി. ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളി. എങ്ങനെയുണ്ട്? അടിപൊളി ഒരു ഫുഡായിരുന്നേ. എന്തോ വേണമെങ്കിലും കഴിക്കാം, അതുപോലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ആറ്റുമുഖം ബോട്ടിംഗ്, ആറ്റുമുഖം എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പോവാണ്. അപ്പം പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ, വല്ലപ്പോഴും ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇവിടെ വന്നാൽ നല്ലതാണ്. നല്ല അടിപൊളി. ആറ്റുമുഖം റെസ്റ്റോറൻ്റ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം നല്ല നല്ല ഐറ്റംസൊക്കെ കഴിക്കണം. നമ്മളൊന്നും തന്നെ വീട്ടിലുണ്ടാക്കുകയല്ലേ. വല്ലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വരാം, ഈ റെസ്റ്റോറൻറ്റിൽ വരാം, നല്ല ഫുഡൊക്കെ കഴിക്കാം. എൻ്റെ ഫോൺ നമ്പർ ഇതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും വരണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും ഒരു യാത്രയാകുകയാണ്. ഒരു ബീച്ചൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിടാം, പാർട്ട് 2 എല്ലാവരും കാണണം.